രാവിലെ 7 മണിക്കാണ് ഫ്ലൈറ്റ്. ഒന്നും ചെയ്യാനില്ല, എയർപോർട്ടിൽ പോകും, കുറച്ച് കറങ്ങും, ഭക്ഷണം കഴിക്കും, അതന്നെ പരിപാടി. എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ സഹോദരി ഭർത്താവും, അതായത് രഞ്ജു ഗോപി ദമ്പതികൾ ഇറ്റലിയിൽ ഓൾറെഡി എത്തി. ഒരു 2-3 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇൻ ഷോർട്ട് നമ്മൾ ടാറ്റ പോവാണ്, റോമിൽ പോവാണ്. 7 മണിക്കാണ് ഫ്ലൈറ്റ് രാവിലെ. ഇപ്പം സമയം രാത്രി 10 മണി. നമ്മളിങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ പോയിട്ട് എയർപോർട്ടിൽ എത്തും. നമ്മൾ വണ്ടി എടുക്കാത്തതുകൊണ്ടാണ് ട്രെയിനിൽ പോകുന്നത്. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ട്രെയിൻ കയറി. പുറത്തുകൂടെ കിടക്കാനുള്ള സെറ്റപ്പിലാണ്. ഞാൻ എന്താ ചെയ്യാൻ പോവാന്നറിയാം, നഖം വയ്ക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഗംഭീര പാക്കിങ് കാരണം എൻ്റെ ഭാര്യയ്ക്ക് വീട്ടിൽ നിന്നൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. 3 മണിക്കൂറായിട്ട് എൻ്റെ ഭാര്യ 2 ദിവസത്തെ ട്രിപ്പിന് ഒരു 3 മണിക്കൂറല്ല, ഒരു 4-5 മണിക്കൂർ പാക്ക് ചെയ്ത് ആ വീട്ടിലുള്ള എല്ലാ സാധനവും കെട്ടിപ്പെറുക്കി ബാഗിലിട്ട് വന്നിട്ടുണ്ട്. ആകെ 2 ദിവസമാണ് ട്രിപ്പ്. ഈ കണ്ട സാധനം മൊത്തം വെച്ച് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അപ്പോൾ ഇവിടെ നടക്കുന്ന കലാപരിപാടി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാനിപ്പോൾ വന്നത്. കാണും, ഈ ഒരു ട്രെയിനിൻ്റെ ടേബിൾ മൊത്തം ഇവിടെ ഒരു മിനി ഇതാക്കി സൈഡിലാക്കി മാറ്റി. നമ്മൾ കുളിച്ചു, ഒന്ന് താടി ശരിയാക്കി ഇറങ്ങി. ഇവിടെ അതേ വീട്ടിൽ നിന്നും വൻ പരിപാടികൾ, ഇപ്പോഴത്തെ ട്രെയിനിലും വൻ പരിപാടി. ഇനി പോകുന്നത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിലേക്ക് എന്താ പരിപാടി എന്ന് അറിയില്ല. എയർപോർട്ടിലേക്ക് തിന്നൽ പരിപാടി ഉണ്ട്, അതിന് ഞാനുണ്ട്. മൃഗങ്ങളെ വെച്ച് ഇങ്ങനെ കഴിക്കും, മാന്തും, പിച്ചും, തൂറും. എൻ്റെ ഈ സൈഡിലൊക്കെ നിങ്ങളെ വെച്ചിട്ട് വരുന്നത്. ഓക്കെ ഗൈസ്, എനിക്കുള്ള ഡ്യൂട്ടി എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാറിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എഞ്ചിനീയർ ബുദ്ധി മാത്രമേ ഉള്ളൂ, കോമൺ സെൻസ് ഇല്ലാതെ. അപ്പം നമുക്കിനി എയർപോർട്ടിൽ പോയിട്ട് കാണാം. ടോ ഗൈസ്. ഉമ്മ അകത്തേക്ക് കയറി. എന്ത് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് അകത്ത് കയറി. നമുക്ക് ഞാൻ ഒരു എയർപോർട്ട് കാണിച്ചു തരാം. സ്വീഡനിലെ എയർപോർട്ട് രാവിലെ 4 മണിക്ക്. ഞാൻ പല എയർപോർട്ടുകളും എൻ്റെ ഈ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു എയർപോർട്ട് ഒരു മനുഷ്യ കുഞ്ഞിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണണ്ടോളൂ. ഈ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണ്, വേറൊരു കുഞ്ഞ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, 7 മണിക്ക്. ഇപ്പോൾ സമയം 4 മണി ആവുന്നേ ഉള്ളൂ. 7 മണിക്കാണ് ഫ്ലൈറ്റ്. ഓക്കെ, നമ്മൾ ഗേറ്റിലോട്ട് ഫ്ലൈറ്റ് കണ്ടോ, പുറത്ത് ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കിണ്ണാമുണ്ടികളും പറക്കിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി മൊത്തം നീണ്ടു നിന്ന കാത്തിരിപ്പിന് ശേഷം ഇവിടെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. കുറച്ച് നേരം ഒരു 1 അവർ ഞാനൊരു പവർ നാപ്പ് എടുത്തു. വല്ലാത്തൊരു സുഖം. ഞാനിപ്പോൾ സൂഹിക്കാൻ പോകുന്നു. 3 മണിക്കൂർ. അതെ, ഞാനും പറ്റിയ കിടന്നുറങ്ങും. ഞാൻ ഫ്ലൈറ്റിൽ ഉറങ്ങാറില്ല, എന്നാലും അപ്പോൾ ബാക്കി നമ്മൾ റൂമിലെത്തിയിട്ട് കാണാം. ആണോ? എന്നാൽ ഫ്ലൈറ്റിലെത്തിയിട്ട് കാണാം. Fort på resten av Richards nu till Roma. Nästa färdiga start, motorerna är på råfärd. അങ്ങനെ ഞങ്ങൾ ഇറ്റലിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റലിയിൽ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈക്കലാഞ്ചലോ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റാച്യൂസ് കാണുന്നു. അത് കൊളോസിയം അല്ലാന്നുണ്ടെങ്കിൽ ബസിലിക്ക, ആ റീജിയനിൽ നിന്ന് വന്ന റിമൈൻസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ എയർപോർട്ടിൽ വെച്ചതാണ് ഈ കാണുന്നത്. എയർപോർട്ടിൽ നിന്ന് നേരെ എയർപോർട്ടിനോട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക്, അതായത് മെട്രോ ഹൈ സ്പീഡ് ട്രെയിൻ വരുന്ന സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് നേരെ ടിബുർട്ടീനയിലേക്കാണ് പോകുന്നത്. അവിടുന്ന് മാമൻ എന്തോ പറയുന്നുണ്ട്, ഇറ്റാലിയനിലാണെന്ന് മനസ്സിലാവുന്നത്.
ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് അവിടെ ഇറങ്ങിയിട്ട് റൂമിലേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകളും പിന്നെ റൂമിലെത്തിയിട്ട് റൂമിൻ്റെ മനോഹരമായ കാഴ്ചകളും കാണിച്ചു തരാം. ബൈ ഗോയ്സ്. ഞാൻ വന്നോണ്ടാവുന്നു ഗൈസ്. നമ്മളങ്ങനെ ഗോപി റിസോർട്ടുമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി 5 മിനിറ്റിൽ അടുത്ത മെട്രോ ഒന്നിപ്പോൾ പോയി. അവർ വന്നു കഴിഞ്ഞാൽ അടുത്ത മെട്രോ കയറാനാണ് പാട്. ഏകദേശം ബോംബെ മെട്രോയിൽ കയറുന്ന അതേ അവസ്ഥയാണ് ഇവിടെ അടിമീഡിയ കയറാൻ. അത്രയും വേഴ്സ് അല്ല, പക്ഷെ എന്നാലും നമുക്ക് അവർ വന്നിട്ട് കാണാം. ചോ എവിടെ പോയി? കടന്നു വരും. വെൽക്കം. നമുക്ക് പരിയിൽ പോണോ ഡിസ്പരിയിൽ പോണോ? അങ്ങനെ നമ്മൾ നമ്മുടെ എയർബിഎൻബിയിൽ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ കള്ളന്മാരാണ്. ചക്കമന്ത 4 ഒന്ന് മസ്കറ്റുന്നു, സ്വീഡനും ഇറ്റലിയിൽ വന്ന് കേൾക്കുക. ഞാൻ തോക്കട്ടെ. നീ തോക്കും, അതാ പ്രശ്നം. എല്ലാവരും വളർത്തക്കാലം വെച്ച് കയറാം. എന്ത് അല്ല, ഇതാണ് നമ്മുടെ ഹൂൾ. ആ ബാൽക്കണിയുടെ അവിടെ കൊണ്ടുപോയിട്ടായിരുന്നു തോന്നണം. ഇതൊരു ടേബിളുണ്ട്, ഒരു മിററുണ്ട്, ഇവിടെ മൊത്തം ബാൽക്കണിയും ഉണ്ട്. നമ്മൾ ഇങ്ങനെ പോകുമ്പോ ഇവിടെ ഫുള്ള് റൂമുണ്ട്. ഇതാണ് ബർത്തു. പിന്നെ നമ്മൾ അവിടെ 2 തൂക്കി വെച്ച ബാഗും ഷൂസും, അവിടെയും സ്റ്റോറേജ് ഉണ്ട്, ഇവിടെയും സ്റ്റോറേജ് ഉണ്ട്. പിന്നെ നമ്മൾ ലെഫ്റ്റ് പോകുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ക്യൂട്ട് റൂമുണ്ട്. അയ്യോ, അയൺ ബോക്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യൂട്ട് ബാൽക്കണി ഉണ്ട്. അയ്യോ ഇവിടെ നല്ലൊരു ക്യൂട്ട് ബാൽക്കണി. ടേബിളുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നല്ല ക്യൂട്ട് കിച്ചൺ ഉണ്ട്, ഫ്രിഡ്ജൊക്കെ ഉണ്ട്, നല്ല ഗ്യാസൊക്കെ ഉണ്ട്, ചെയറൊക്കെ ഉണ്ട്, ക്യൂട്ട്. ഇവരുടെ എന്തോ കാര്യം സംസാരത്തിലാണ്. ഇവിടെ നല്ല ക്യൂട്ട് ബാത്റൂം ഉണ്ട്. എല്ലായിടത്തും കുറേ കണ്ണാടി ഉണ്ട്. പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതും കൊള്ളാം. വലിയൊരു മിററുണ്ട്. ഇരുന്ന് തലയും കുത്തി മറിഞ്ഞ് ഡ്രസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഉണ്ടോ? ഓ, അത് വാഷ് ബേസിനാണ് ദൂരത്ത് ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ വിചാരിച്ചേ. കണ്ടോ പൊട്ടന്മാര്? നമ്മള് പറയണേ 2 എഞ്ചിനീയറുമായിട്ട് എന്തോ വലിയ പരിപാടിയാണെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ കോസിയാണ്. ഒരു കാല് സോക്സ് ഒക്കെ ഇട്ട് ഇല്ല. ഞങ്ങൾക്കൊരു പണിയില്ല. അവരെല്ലാം അവർക്കും പണിയൊന്നുമില്ല. പണിയുള്ള പോലെ അഭിനയിക്കുക. കഴിഞ്ഞ ഗാന്ധി റെസ്റ്റോറൻറ്റിൽ പോവാനി പറയാൻ പറഞ്ഞു. നമ്മൾ ഗാന്ധി റെസ്റ്റോറൻറ്റിൽ പോവാണ്. ഗാന്ധി 2 ഒരു ഗാന്ധി മാർഗത്തിൽ. അതെ, ഇവിടെ ചോരക്കളിയിലാണ് തുടങ്ങിയത്. ഇവിടെ 2 കപ്പിൾസ് സാക്ഷികളായി ഞങ്ങൾ മെട്രോയിൽ വന്നിട്ട് മറ്റേ പാണ്ടിപ്പട്ടില് ദിലീപ് ചേരാൻ വേണ്ടിയിട്ട് കൈ കൊടുക്കില്ലേ, അതേപോലെ ഇറ്റലിയിൽ വന്നിട്ട് ഇറ്റലി ഗാങ്സ്റ്റേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ചോര ചിന്തിച്ചു. ഇവർ ഇറ്റലി ഗാങ്സ്റ്റേഴ്സ്. ആ നീളമുള്ള എക്സ്കലേറ്റർ നോക്കൂ. പിന്നെ നമ്മുടെ അടുത്ത് ട്രെയിൻ പാസ് ഉണ്ട്. അത് നമുക്ക് എത്ര വേണേലും ട്രെയിനിൽ ട്രാവൽ ചെയ്യാം. 48 hours. അല്ല, അപ്പം നമുക്ക് ഇരുന്ന് അവിടെ ഇവിടെ ഒക്കെ പോവാം. അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഈ പാസ് എടുത്തിട്ട് ട്രാവൽ ചെയ്യണം. അപ്പം നമുക്ക് എത്ര ട്രെയിനും എത്ര ബസ്സും എന്തെങ്കിലും ചെയ്യാം. പക്ഷെ വി കൻ റോ. ഓക്കെ. മുംബൈ മെട്രോയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ട്രിപ്പിൾ ചോക്ലേറ്റ് അതൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ.
വേണ്ട ഭക്ഷണം. അങ്ങനെ നമ്മൾ നടന്ന് ഗാന്ധി കൊള്ളാം ഇന്ത്യാനോ ഗാന്ധി 2-ലെത്തിയിട്ടുണ്ട്. എന്താവും അവസ്ഥ നമ്മളിൽ പോയാൽ തന്നെ അറിയുള്ളൂ. പക്ഷെ കൊള്ളാം. പുറത്തൊരു ഇന്ത്യൻ ഷട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. Yes. Okay. ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്ത് ബാക്കി എന്തുള്ളൂ. എല്ലാവർക്കും നല്ല വിശപ്പാണ്. നല്ല വിഷമം. Okay, small plates. No, then one minute is always. വലിയ പ്ലേറ്റും ഉണ്ടായിക്കോളൂ, ചെറിയ പ്ലേറ്റും ഉണ്ടായിക്കോളൂ. അറിയണെല്ലാരും വിശന്നിട്ടേ. അപ്പോൾ ഗൈസ് നമ്മൾ നടന്നിപ്പോൾ റോമൻ ട്രെവി ഫൗണ്ടെയിൻ്റെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നല്ല ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ആർക്കും നടക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് അത് ഉറങ്ങിക്കൊണ്ട് നടക്കുകയാണ് അവിടെ. അതെ, ഒരു സിനിമയിൽ ആദ്യം മറ്റേ കള്ളിൻ്റെ കുപ്പി ഫ്രണ്ടിൽ കാട്ടിയ ആളെ കൊണ്ടുവരില്ലേ, അതേപോലെ ജലാറ്റോൻ്റെ ഒരു കോണ് ഫ്രണ്ട് തൂക്കിയിട്ട് നടത്താൻ ഇവിടെ. ഇനി നമ്മൾ ട്രെവി ഫൗണ്ടൻ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ലിപ്സ്റ്റിക് തേക്കണം. സ്മോക്ക് എഫക്റ്റ് ഉണ്ടോ? ഞാൻ ഫേമസ് ആയിട്ടുള്ള റോമൻ ഫൗണ്ടൻ ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ കോയിൻ ടോസ് ചെയ്യുക ഈ വെള്ളത്തിലേക്ക്. എന്നിട്ട് നമ്മൾ എന്ത് വിഷ് ചെയ്യുന്നോ അത് നടക്കുന്നതാണ് ഇവിടുത്തെ ഒരു പൊതുവേ ഉള്ളൊരു വിശ്വാസം. എടാ എനിക്ക് പണിയല്ല, എനിക്ക് കിട്ടും. ഈ കാണുന്നത് ഫസ്റ്റ് സെഞ്ചുറി AD ഉണ്ടാക്കിയ പിയാസ നവോന എന്ന് പറയുന്നൊരു മോണുമെൻ്റാണ് ഇറ്റലിയിൽ. റോമിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വന്നൊരു സ്പോട്ടാണ്. മൂന്ന് ഫ്ലേവേഴ്സ് വേറെ മിക്സ് ചെയ്യാണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് എനിക്ക് വേണ്ടത്. അതിന്റെ കൂടെ വേറെ രണ്ടെണ്ണം മിക്സ് ചെയ്യാം. ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും 4.5 10. നമ്മളിവിടെ ജലാറ്റോ കഴിക്കാൻ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഒരു യൂറോ അത്. ഈ സൈഡിലുള്ള കപ്പ പോയിട്ടുണ്ടാവില്ല. സ്ട്രീറ്റ്സ് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണ്.
ഇവിടെ എന്തോ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇവിടെ രണ്ടാൾക്ക്. എന്താ മനസ്സിലായില്ല. കൈ അവിടെ കിട്ടിയ ഗ്യാപ്പിൽ കൈ കഴുകി ഞങ്ങൾ ഇറങ്ങാണ്. ഈ റെഞ്ചറിനെ പിടിച്ചോ? ആ കേട്ടോ, പോവാം. നമ്മളെ വീട് പിടിച്ചു. സ്ട്രീറ്റ് പെയിന്റർ ആ എന്നെ കണ്ടുപിടിക്കാൻ വന്ന ഭർത്താവ്. വൈബ് അല്ല. ആ എന്താ ഫംഗസാണ്. ആക്ഷനൊക്കെ ഭയങ്കര കഴിഞ്ഞു. നോക്കുന്നില്ലേ? ഞാൻ ആരാദ്യം നോക്കും മത്സരത്തെ വിളിച്ച് വീണ്ടും ഭാരത